ഇയാളിത് വലിയ കുഴപ്പക്കാരനാണെന്നല്ലേ വ്യക്തമാകുന്നത്? തീർച്ചയായും അങ്ങനെ തന്നെ. സാധാരണഗതിയിൽ സത്യത്തിൽ നമ്മൾക്ക് രഞ്ജിത്ത് എന്നൊരു വ്യക്തിയെ വിലയിരുത്താനോ വിധിക്കാനോ അയാളുടെ വ്യക്തി ജീവിതത്തിൽ കടന്നു ചെന്ന് എന്തെങ്കിലുമൊക്കെ അഭിപ്രായം പറയാനോ ഒന്നും പൊതുസമൂഹത്തിൻ്റെ ഭാഗമായ നമുക്കാർക്കും അധികാരമുണ്ടെന്നൊന്നും വിചാരിക്കുന്ന ആളല്ല ഞാൻ. പക്ഷേ പൊതുസമൂഹത്തെ ബാധിക്കുന്ന തരത്തിൽ അവർക്കൂടെ അതിൽ ഉൾപ്പെടുന്ന ഒരു വ്യക്തിയെ ബാധിക്കുന്ന തരത്തിൽ അയാളുടെ വ്യക്തി വൈകല്യം അയാൾ കാണിക്കുകയോ അത് ചെയ്യുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ, അത്തരം കാര്യങ്ങൾ നിരന്തരമായി എക്സസൈസ് ചെയ്യുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മൾ പരിശോധിക്കും, നമ്മൾ വിമർശിക്കും, ചിലപ്പോൾ വിലയിരുത്തും, ഇക്കാര്യങ്ങളൊക്കെ ചെയ്യും. നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നതും അത് തന്നെയാണ്. അതുകൊണ്ട് നിങ്ങളാരാ ചോദിക്കാൻ എന്ന കാര്യത്തിനില്ല. അത് ഈ ഘട്ടത്തിൽ പൊതുസമൂഹത്തെ ബാധിക്കുന്നത് പോലെയാണെങ്കിൽ സ്വാഭാവികമായും അത് ചോദിക്കുക തന്നെ ചെയ്യും. അങ്ങനെ ചോദിക്കുമ്പോൾ സത്യത്തിൽ രഞ്ജിത്തിൻ്റെ ഒരു വ്യക്തി എന്ന അയാളെ പരിഗണിക്കുമ്പോൾ എന്തൊക്കെയാണ് നമ്മളുടെ മുന്നിലേക്ക് വരിക? അയാളുടെ മുൻകാല ചെയ്തികൾ മുഴുവൻ വരും. മുൻകാല ചെയ്തികളുടെ കാര്യങ്ങളൊക്കെ നമ്മളിവിടെ പറയുകയും ചെയ്തു, അതിൻ്റെ കേസുകളുടെ കാര്യങ്ങളും പറഞ്ഞു. അപ്പോൾ തന്നെ വേറെ ചില കാര്യങ്ങൾ കൂടി വരുമല്ലോ. എന്തായിരുന്നു രഞ്ജിത്ത് എന്ന വ്യക്തിയുടെ സംഭാവന എന്ന് ചോദിക്കുമ്പോൾ നല്ല ലക്ഷണമൊത്ത എന്താ പറയുക, അതിൽ ഈ പുരുഷാധിപത്യ വരേണ്യ സ്ത്രീവിരുദ്ധമായ സിനിമകൾ, കഥാപാത്രങ്ങൾ ആവോളം മലയാള സിനിമയ്ക്ക് സംഭാവന ചെയ്തു എന്നല്ലേ അതിൽ ആദ്യമായി വരിക? അങ്ങനെ മാത്രമാണ് വരിക. അങ്ങനെയെങ്കിൽ അതൊരു സൂപ്പർ സ്റ്റാറിനെ വെച്ച് കൂടി ചെയ്യുമ്പോൾ സ്വാഭാവികമായും, സൂപ്പർ സ്റ്റാറുകളായി നമ്മൾ പരിഗണിക്കുന്ന ആളുകളെ കൂടെ വെച്ച് ചെയ്യുമ്പോൾ സ്വാഭാവികമായും ഒരു തലമുറയുടെ മുഴുവൻ ആണത്തബോധത്തെ ഊട്ടിയുറപ്പിച്ചു അതിലൂടെ. അതുമാത്രവുമല്ല, സ്ത്രീവിരുദ്ധത അത് അവകാശമായി തന്നെ തോന്നിപ്പിച്ചു ഒരു തലമുറയെ. അതുമാത്രം അവിടെയും തീരുന്നില്ല. അത് കഴിഞ്ഞ് ഇതൊന്നിലും ഒരു കുഴപ്പവുമില്ല എന്ന് തോന്നും വിധം നോർമലൈസ് ചെയ്തു, കൈയടിപ്പിച്ചു ആളുകളെ കൊണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ വലിയ സംഭാവനകളിൽ പെടുന്ന ഒരു കാര്യമാണ്. ഇനി ഇത്തരം കാര്യങ്ങൾ പിൽക്കാലത്ത് ആരെങ്കിലും ചൂണ്ടിക്കാട്ടുമ്പോൾ അത് കഥാപാത്രത്തിൻ്റെ മാനസികാവസ്ഥയായി മാത്രം കണ്ടാൽ മതി, അതിൽ ക്ഷമാപണം നടത്തേണ്ട കാര്യം പോലുമില്ല എന്ന് പറഞ്ഞ് അതിനെ ന്യായീകരിച്ചു. ഇങ്ങനെയുള്ള ഒരാളാണ് സ്വാഭാവികമായും ഇവിടെ ഉള്ളത്. കഥാപാത്രത്തിൻ്റെ മാനസികാവസ്ഥയെ മാത്രം അത് ചുരുക്കപ്പെടുമ്പോൾ സത്യത്തിൽ അത് സൃഷ്ടിച്ച ആളുകൾക്കും സമാനമായ മാനസികാവസ്ഥ ഉണ്ട് എന്നുള്ളതാണ് ഇത് മുഴുവൻ കാണിച്ചു തരുന്നത്. ഈ കേസുകൾ മുഴുവൻ കാണിച്ചു തരുന്നത് അങ്ങനെയാണ്.